ഗൈസ്, അപ്പൊ ഞാൻ മൂന്നാറിലേക്ക് ഇന്ന് പുലച്ചക്ക് പോകും. മേ ബി 4 മണിക്ക് ഇറങ്ങും. അതിനുവേണ്ടി റെഡി ടു മൂന്നാറിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പൊ കുറച്ച് സമയമായി ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, ഗ്ലോയിങ് മാസ്ക് വാങ്ങിച്ച്. എനിക്കല്ല, എൻ്റെ അമ്മക്ക്. എൻ്റെ അമ്മയുടെ അച്ഛൻ മുടി മുറിച്ച്, എൻ്റെ ചേട്ടൻ എൻ്റെ മുടി മുറിച്ചു. അതാണ്. അപ്പൊ ഞാൻ ക്യൂടെക്സ് ഒക്കെ വാങ്ങിച്ചായിരുന്നു, ചീറ്റിൻ്റെ. സ്റ്റുഡിയോ എല്ലാ മേക്കപ്പും കിട്ടുന്നതായിരിക്കും ചീറ്റിൻ്റെ. ഗൈസ്, ഒന്നും വിചാരിക്കുന്നത് ഇത് ക്യൂടെക്സ് ഇട്ടേണ്ട ഇതാണ് ഗൈസ്. അപ്പോൾ ക്യൂടെക്സിന് വേണ്ടി ബ്ലാക്ക് നെയിൽ പോളിഷാണ്. ബ്ലാക്ക് ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. അതിന് വേണ്ടി ബ്ലാക്ക് നെയിൽ പോളിഷാണ്, ഡാസ്ലറിൻ്റെയാണ്. ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിച്ചാണ്, അതുകൊണ്ട് അറിയില്ല. പിന്നെ എന്ന് പറയുമ്പോൾ സുഡിയോന്ന് തന്നെ വാങ്ങിച്ച ഒരു ഗിൽട്ടറാണ്, നെയിൽ പോളിഷിൻ്റെ പൊക്കത്തിടാനുള്ള ഗിൽട്ടറാണ്. അപ്പോൾ ഇതും സുഡിയോന്ന് തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് എനിക്കറിയില്ല. പിന്നെ ഇത് ബേസ് കോട്ട്, നെയിൽ പോളിഷ് തിളങ്ങാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ചെയ്തൊരു ലുക്ക് കാണിക്കാം. ഇതും സുഡിയോന്ന് തന്നെയാണ് ഗൈസ്. അപ്പോൾ കുറച്ച് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ടെന്നോ. ഇതാണ്, കുഴപ്പമുണ്ടോ? ഇവിടൊക്കെ ക്ലീൻ ആക്കാം. അപ്പം രസമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറയുക. ഓക്കെ, നിങ്ങൾ തന്നെ പറയുക രസമുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം അതിൻ്റെ പൊക്കത്തടിക്കാൻ വേണ്ടിയാണ് ഇത്. ഒരു കൈ കുറച്ച് ഇതായിട്ട് ഞാൻ ഒന്നും കൂടി ഇട്ടതാണ്. അപ്പം അത് ഇതിൻ്റെ മേലെ ഇത് ഇടണം. ഇനി ഇടട്ടെ. തിളങ്ങുന്ന കണ്ടു ഗൈസ്. ആയിട്ട് ഗൈസ് ക്ലിയർ ആവുന്നുണ്ടോ ഗൈസ്? ഞാൻ ഇപ്പം മൊത്തത്തിൽ ഒരു അലങ്കോലമായിട്ടാണ് ഉള്ളത്. അപ്പം അത് റെഡി. ഞാൻ ഇത് വാങ്ങിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി ഞാൻ ലിപ്സ്റ്റിക്ക് ഓൾറെഡി ഉണ്ട്. അതിൻ്റെ പൊക്കത്തിടാനുള്ള ജെല്ലാണ്, പിങ്ക് ജെല്ലാണ്. തുറന്ന് കാണിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും, പിങ്കാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഹലോ ഗൈസ്, ഞാൻ സ്ഥലം മാറി ഗൈസ്. അപ്പം അവിടെ അച്ഛനെന്തോ ചെയ്യാനുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഒരു ഹെയർ ബാൻഡും സുഡിയോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ ഇട്ട് തിളങ്ങാനിട്ട സാധനം. ഗൈസ്, തിളങ്ങുന്നുണ്ടോ ഗൈസ്? എനിക്ക് ഇത് ക്യാമറയിലാണ്ട് ഈ തിളങ്ങൽ ചിലപ്പോൾ കുറവാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിൽ നല്ല തിളക്കമുണ്ട് ഇവിടെ. പിന്നെ ഇത് ഞാൻ തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ്, കയ്യിലാക്കി കുറച്ച് ഇതുണ്ട്. ഇതും തിളങ്ങാൻ വേണ്ടിയാണ്. അത് ചുണ്ട് തിളങ്ങാൻ വേണ്ടി. ഇത് നമ്മുടെ നഖം തിളങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. തിളങ്ങാൻ കാണുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഗൈസ്, ഇവിടെ തിളങ്ങുന്നുണ്ട് കേട്ടോ. നല്ല മണം കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതാണ് ഗിൽട്ടർ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതും ഞാൻ കാണിച്ചു തരാം. പാട്ട് പാടുന്നു ഗൈസ്, നല്ല അടിപൊളി യാത്ര. ഇതാണ്, ഇതിനെ ഒട്ടുപിടിക്കണം ഗൈസ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തേക്കോ. അയ്യോ ഗൈസ്, ഇവിടുത്തെ ബ്ലാക്ക് അവിടെ ആയിപ്പോയി. കുഴപ്പമില്ലല്ലോ, ഞാൻ മൂടി വെച്ച് കാണിച്ചു തരാം. ഇതാണ് ഗിൽട്ടർ. ഓക്കെ, ഭയങ്കരമായിട്ട് അടിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു ഇതാവാൻ സാധ്യതയുണ്ട്. ഇനി ചീറ്റിൻ്റെ ഇതാണ്. ചീറ്റിൻ്റെ അമർത്തുന്ന ഇതല്ല, ലിപ്സ്റ്റിക് പോലെ ഒരു എന്താ പറയുക, കാണിച്ചു. ഇതല്ല നമ്മൾ ഇങ്ങനത്തെയാണ്. ഇത് കാണിച്ചു തരാം. ഗൈസ്, ഇങ്ങനെയാണ്. നല്ല രസമുണ്ട്. നല്ലൊരു കളർ
തന്നെയാണ് ഈ ചീക്കിൻ്റെ ഇത് തരുന്നത്. അപ്പം സ്റ്റുഡിയോയിൽ നമ്മുടെ ഫാഷൻ ഡ്രസ്സായാലും നല്ല മേക്കപ്പ്സ് ആയാലും എല്ലാ സാധനങ്ങളും സ്റ്റുഡിയോയിൽ ഉണ്ടാകുന്നതാണ്. ഇത് ഗ്ലിറ്റർ, ഇത് ചീക്കിൻ്റെ കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പം നല്ലൊരു ഐറ്റം, ക്വാളിറ്റി ഐറ്റം തന്നെയാണ് അത്. പിന്നെ വിറ്റാമിൻ സിൻ്റെ ഗ്ലോയിങ് മാസ്ക് ആണിത്. വിറ്റാമിൻ സി സ്റ്റുഡിയോന്ന് തന്നെയാണ് ഇതും വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ഗ്ലോയിന് ഷീറ്റ് മാസ്ക് ആണ്. ഈവൻ ഔട്ട് സ്കിൻ ടോൺ ആൻഡ് ഗീവ്സ് എ ഹെൽത്തി ഗ്ലോ വിത്ത് ബൂസ്റ്റ് ഓഫ് ഹൈഡ്രേഷൻ. നല്ലൊരു 15 മിനിറ്റ് അതും വെക്കണം. അത്രേ ടൈം എടുക്കുന്നുള്ളൂ, വല്ലാത്തൊരു ടൈം തന്നെ അല്ലേ. അപ്പോൾ ബാക്കിയുള്ളതിന് നല്ല ടൈം എടുക്കും. അപ്പോൾ ഇതിന് ആകെ 15 മിനിറ്റേ ഉള്ളൂ. ഇതിന് കുറേ പറയലുണ്ട്, എനിക്കൊന്നും വായിക്കാൻ വയ്യ കേസ്. പിന്നെ ഇത് സ്റ്റുഡിയോന്നും എവിടെയൊന്നും ഒന്നും അറിയില്ല, എനിക്ക് ഓർമ്മയില്ല. ഇത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള കടയിൽ നിന്നാണ് ഗൈസ്. ഇതിനെ കുറച്ചാ പറയാൻ പറ്റില്ല. ഇത് നല്ലൊരു ഗൈസ്, ഇത് സ്റ്റുഡിയോന്നാണ്. അപ്പം ഇത് വേണമെങ്കിൽ നമുക്ക് ഊരാം. നല്ലൊരു ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്, പൊട്ടാൻ സാധ്യതയില്ല. നല്ലൊരു, ഞാൻ ബ്ലാക്ക് ഡ്രസ്സിനൊക്കെ ചേരുന്ന കളറാണ്. പിന്നെ അവിടെ ഒരു നല്ല വല്ലാത്തൊരു ലൈറ്റ് പിങ്ക് ഉണ്ടായിരുന്നു, പിങ്ക് അതെടുത്തില്ല. അപ്പം ഇത് എനിക്ക് ബ്ലാക്കിന് ചേരുന്നത് തോന്നി, അതുകൊണ്ട് ഞാൻ ഇതെടുത്തു. വേണമെങ്കിൽ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം, പക്ഷേ എൻ്റെ ക്യൂടെക്സ് ഉണങ്ങാത്തതുകൊണ്ട് തൊടാൻ പറ്റില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് ഫിറ്റ് ആകാൻ പറ്റില്ല. അപ്പം ഇത് ഞാൻ പിന്നെ ഫിറ്റാക്കി കാണിച്ചു തരാം ഗൈസ്. ഹലോ ഗൈസ്, അപ്പം ഞാൻ റെഡി ആയിരുന്നു. ഇതൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടില്ല, എന്താ വെച്ചാൽ ഇപ്പം എന്തായാലും കുറച്ച് സമയം എടുക്കും പോയിട്ടത്തെ, വെറുതെ മുഖം ചീത്തയൊക്കെ ഉണ്ടല്ലോ. ഞാൻ വരച്ചതാണ്, വെറുതെ ശ്രദ്ധിക്കില്ല. അപ്പം ഞാൻ എൻ്റെ ഫുൾ ഡ്രസ്സ് കാണിച്ചു തരാം. ഞാൻ മുടി അയച്ച്, ഇതാണ് എൻ്റെ ബാഗിയാണ്. ഇത് മീഷോന്ന് ഓർഡർ ചെയ്താണ് രണ്ടും. അപ്പം മുടി അയച്ചിടും ഞാൻ, ഇപ്പോഴല്ല. ഇപ്പം കുറേ സമയം മുടിയൊക്കെ ചിലപ്പോൾ പൊട്ടാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പോഴില്ല, അവിടെ അപ്പം ഞാൻ തന്നെയാണ് എൻ്റെ അമ്മേനെയും ചേട്ടനെയും ഏൽപ്പിച്ചത് ഗൈസ്. അപ്പം ഞാൻ വിശന്നിരിക്കുകയോ, സോറി ഗൈസ്. വിശന്നിരിക്കുകയാണ്. ഞാൻ ചാർജ് കുത്തിയിട്ടാണ് കണ്ട. അപ്പം എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ട്, ഒരു സിംപ്ലി ഫുഡാണ്, അതിൻ്റെ പേര് മെസലി, അങ്ങനത്തെ കലോക്സിൻ്റെ ആണ്. അപ്പം കഴിച്ചിട്ട് വേണം അവിടെ എത്തിയിട്ട് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്യും ഗൈസ്. അപ്പം ഞാൻ അത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഇപ്പം ഞാൻ ഭക്ഷണം തന്നിട്ട് എൻ്റെ അമ്മയും ചേട്ടനെയും റെഡി ആവേണ്ട. ഇപ്പം 4:04 ഗൈസ്, 4:04. അപ്പം ഇപ്പം തന്നെ ഇറങ്ങണം. 4:30 മുന്നേ, 4:05 ഉള്ളിൽ അവിടെ പോകണം. എന്നാലും അപ്പം തന്നെ പിന്നെ എത്തുള്ളൂ ഗൈസ്. എന്തോ സാധനം വലിയ അട്ടാണ് കൂറേനെ പേടിയാ ഗൈസ്. അപ്പം കൂറേനെ പേടിയുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പം അവിടെ എത്തിയിട്ട് വേണം. അപ്പം ഞാൻ ചിലപ്പോൾ ഉറങ്ങാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചത്. പിന്നെ മേക്കപ്പ് വെറുതെ അത്ര നേരം ഉണ്ടല്ലോ. ഞാൻ ഇങ്ങനത്തെ, നിങ്ങളെന്നെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുന്നു. അപ്പോൾ ഒരു ബോയിൽ നോക്കാൻ സാധ്യതയുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് പറയണേ. ഞാൻ ചിലപ്പോഴൊക്കെ ഇടും. എനിക്ക് സ്കൂളായാലും നാണമൊന്നുമില്ല, എന്നാലും ഇങ്ങനെയൊക്കെ ഇടും. ചിലപ്പോഴൊക്കെ ഇവിടെ ബേബി ഹെയർ വരുന്നുണ്ട്. ഇവിടെ കണ്ട ബേബി ഹെയർ ഇപ്പുറത്തുണ്ടാവും. ഇവിടെ കുറേ ബേബി ഹെയർ. So cute. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ചാലഞ്ച് ഉണ്ട് എൻ്റെ ചേട്ടനും ഞാനായിട്ട്.
അപ്പൊ ഗൈസ് ഐ എം സോ ഹംഗ്രി. അപ്പൊ ഞാൻ കഴിച്ചിട്ട് വരാം. ഞങ്ങൾ മൂന്നാറിലാണ്. ഇതാണ് പ്രിൻസ് ചേട്ടൻ, ഇതാണ് എന്റെ ചേട്ടൻ, ഇതാണ് എന്റെ അമ്മ, ഇത് രാജേഷ് ചേട്ടനാണ്, ഇത് ഗൈസ് ഞങ്ങളപ്പോ മൂന്നാറിന്റെ പൊക്കത്തെത്തിയേക്കാണ് ഗൈസ്. മഞ്ഞ് വിതറിയത് പോലെയാണ്. ഫോട്ടോഷൂട്ട് നടത്തി കോട്ട് അയച്ചിരിക്കുകയാണ്. നല്ല പശുക്കളാണ്. നല്ല രസമുണ്ട് ഗൈസ്. കുഞ്ഞു കുരങ്ങനുണ്ട് അവിടെ, കുഞ്ഞു കുരങ്ങനുണ്ട് അവിടെ. നല്ല വിസിറ്റാ ഗൈസ് ഇവിടുന്ന്. It's alright. It's alright. അപ്പൊ മാട്ടുപ്പടി ഡാം കഴിഞ്ഞു. ഇപ്പൊ എക്കോ പോയിന്റാന്ന് തോന്നുന്നു പോകുമ്പോ ഞങ്ങള് ഹോഴ്സ് റൈഡിങ് ചെയ്തു, കാണിക്കുന്നതായിരിക്കും. പിന്നെ ബലൂൺ ഞങ്ങള് ഇത് വാങ്ങിച്ചു. അപ്പം കോണ് തിന്നു. ഇപ്പൊ ഈ ഇതിന് പേര് ഇത് ഇപ്പൊ ഫോട്ടോ എടുത്തു, തേയിലത്തോട്ടത്ത് ഫോട്ടോ എടുത്തു. പിന്നെ ഇപ്പൊ അങ്ങോട്ടാ വന്നേ, ഇപ്പൊ എങ്ങോട്ടാ പോന്നെ? മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് ഇനി പോകുന്നത്. ഫുഡ് കഴിച്ച് ട്രാഫിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സ്ഥലത്തേക്ക് പോകുന്നതാണ്. ഹെഡ് ഏക്ക്, എനിക്കതേപോലെ ഫീവറും ഹെഡ് ഏക്കും. ഫീവർ പോലെ എനിക്ക് തോന്നാറില്ല, എന്നാലും ഉള്ള പോലെ. അപ്പം അതൊക്കെ ഭയങ്കര ഇതാ, നല്ല തണുത്ത് വരക്കുന്ന ഒരു ഇത്. ഞാൻ മഞ്ഞക്കാണിച്ചല്ലോ, നല്ല ഇതാണ് ഭയങ്കര. പക്ഷെ നമുക്കൊരു ഇത് പോകുമ്പോ ഒരു സന്തോഷം. ബിസ്ക്കറ്റ് അതാണ് ഇപ്പത്തെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. അപ്പൊ ഞാൻ കുറെ നാളായി ഇട്ടിട്ട് വീഡിയോസ്, അപ്പം വ്യൂസ് ചിലപ്പോൾ ഇതിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പൊ സബ്സ്ക്രൈബ്, ഷെയർ, കമന്റ്, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. എന്നാലും ഞാൻ അടുത്ത വീഡിയോ ഉള്ളൂ. അപ്പൊ ബൈ.